പെങ്ങളെ കണ്ടിട്ട് ആങ്ങളയുടെ മുഖം കടന്തൽ കുത്തിയ പോലെ ആയല്ലോ. ഒന്ന് ചിരിക്കും നന്ദൻ. നമുക്കേ ഇനി വഴക്കൊന്നും വേണ്ട. ഒന്ന് പോയേ. എപ്പോ നോക്കിയാലും ഓരോന്ന് പറഞ്ഞും പുറകെ വന്നോളൂ. എന്റെ സഹോദരന് മൂക്കത്താണല്ലോ ശുണ്ഠി. ഞാനൊരു കാര്യം പറയട്ടെ, കേൾക്കുമ്പോ ഞെട്ടരുത്. ഞാനിപ്പോ മന്ത്രി മേരി തോമസിനെ കണ്ടു. കണ്ടോ? ഞെട്ടി. ഞെട്ടരുതെന്ന് പറഞ്ഞിട്ടും ഞെട്ടി. എന്തിനാ കണ്ടേന്ന് ചോദിക്കേ. എന്റെ അമ്മയെ കാണാൻ പോയത്. എന്നുവെച്ചാ മന്ത്രിക്ക് മുന്നിൽ ഞാനൊരു അപേക്ഷ കൊടുത്തു, അമ്മയെ കാണാൻ സഹായിക്കണമെന്ന്, അമ്മയെ കണ്ടുപിടിച്ച് തരണമെന്ന്. നല്ല സ്ത്രീയാ മേരി തോമസ്. പക്ഷെ സമയമില്ല. 2 വാക്കിൽ കാര്യം പറയണമെന്ന് ആദ്യം പറഞ്ഞത്. പക്ഷെ കുറെ സമയം എനിക്ക് വേണ്ടി ചെലവഴിച്ചു, സ്നേഹത്തോടെ സംസാരിച്ചു. മേരി തോമസിനെ കണ്ടല്ലോ, അപ്പോ കാര്യങ്ങൾ എളുപ്പമായി. ഉടനെ തന്നെ നിനക്ക് നിന്റെ അമ്മയെ കിട്ടും. കിട്ടും. എന്താ സംശയമുണ്ടോ? ഒരു സംശയമില്ല. നീ നിന്റെ അമ്മയെ കണ്ടു കഴിഞ്ഞു. നീ എന്താ എന്നെ കളിയാക്കുവാണോ? നോക്ക്, എനിക്ക് സപ്പോർട്ട് കൂടി വരിക. എല്ലാവർക്കും എന്നെ മനസ്സിലായി തുടങ്ങി. ചന്ദ്രമതി മാഡം, ബലരാമൻ സാറ്, ഇപ്പോഴിതാ സംസ്ഥാനത്തെ ഒരു മന്ത്രി. എല്ലാവർക്കും എന്റെ പ്രശ്നം മനസ്സിലായി തുടങ്ങി. നിന്റെ പ്രശ്നം എല്ലാവർക്കും മനസ്സിലാവും. ഞങ്ങളുടെ പ്രശ്നം ആർക്കും മനസ്സിലാവില്ല. നിങ്ങളുടെ പ്രശ്നോ? നിങ്ങൾക്കെന്താ പ്രശ്നം? ഞങ്ങളുടെ പ്രശ്നോ? നീയാ ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങൾക്കൊരു തലവേദനയായിട്ട് നീ കയറി കൂടിയിട്ട് കുറെ കാലമായി. ആ തലവേദന മാറാനുള്ള മരുന്ന് ഉടനെ തയ്യാറാവും. നീ അമ്മയെ കാണണം, അച്ഛനെ കാണണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് അച്ഛന്റെ അമ്മയുടെ സ്നേഹത്തിന് വേണ്ടിയല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവരുടെ പണത്തിന് വേണ്ടിയാ. നീ എന്താ പറഞ്ഞേ? എന്താണ് നീ അലറി പേടിപ്പിക്കാൻ നോക്കുന്നേ? നിന്റെ വിരട്ടിലും കൊണ്ട് നീ വീട്ടിൽ കയറിയുണ്ടല്ലോ, നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും. കാശുള്ളവരുടെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റി സുഖിച്ച് ജീവിക്കുക. ഒറ്റ ലക്ഷ്യം വെച്ചാ നീ നിന്റെ അമ്മയെ അച്ഛനെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുന്നത്. നീ എന്താടാ ഇങ്ങനെ കുരയ്ക്കുന്നേ? ദേവികയോടുള്ള ദേഷ്യം എന്നോട് തീർക്കുവാണോ? ദേവിക്കും ദേഷ്യം നിന്നോടാ. ആ വീട്ടിൽ എല്ലാവർക്കും ദേഷ്യം നിന്നോടാ. എന്റെ മുമ്പിൽ നിൽക്കുന്ന പോലെ ദേവിയുടെ മുമ്പിൽ ചെന്ന് പെടാതെ നോക്ക്. അന്നവള് നിന്നെ തല്ലിയല്ലേ ഉള്ളൂ, ഇനി അവള് നിന്നെ കൊല്ലും. പിന്നെ അവള് ഞൊട്ടും. എടി, ദേവി ആരെന്നാണ് നീ വിചാരിച്ചേ? അവളെന്റെ ഭാര്യയാ. ഞങ്ങളുടെ കുടുംബത്തിലൊരു പോറൽ വീഴാൻ പോലും അവള് സമ്മതിക്കില്ല. അവളെ വിളിച്ചു വരുത്തിയല്ലേ നീ ആക്ഷേപിച്ചത്. അതിന്റെ മറുപടി നിന്റെ കവളിൽ തന്നെ കിട്ടിയല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു അവളുടെ തല്ല്? അതാ പറഞ്ഞത്, എന്നോടാളാവുന്ന പോലെ ദേവിയുടെ മുന്നില് നിന്റെ എല്ലില്ലാത്ത നാവും കൊണ്ട് ചെല്ലരുത്. തിരിച്ചു പോകുമ്പോ പല്ലൊന്നും അതേ സ്ഥാനത്ത് കണ്ടെന്ന് വരില്ല. പുതിയ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്, ബലരാമനും മേരി തോമസും ഒക്കെ. അപ്പോ അവരുടെ അടുത്തേക്ക് പോ. ഇനി അവരുടെ പണം കൊണ്ട് ജീവിക്ക്. ചന്ദ്രോത്തിന്റെ പടി ചവിട്ടിയാ നീ 2 കാലിൽ തിരിച്ചു പോവില്ല. അവിടെ ദേവിയുണ്ട്. ഞങ്ങള് ക്ഷമിച്ചാലും അവള് വിടില്ല നിന്നെ. പോടി.